എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LED ബൾബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നമുക്ക് സാധാരണ 9 വാട്ടിൻ്റെ ബൾബുകൾ, 12 വാട്ട്സിൻ്റെ ബൾബുകൾ, 30 വാട്ട്സിൻ്റെ ഹൈ പവർ ലൈറ്റുകൾ, പിന്നെ AC DC അഥവാ ഇൻവെർട്ടർ ബൾബുകളും, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള LED ബൾബുകളുടെ നിർമ്മാണത്തെക്കുറിച്ചും അതേപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുമൊക്കെ വിശദമായിട്ട് നമ്മൾ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്രത്യേകതരം ബൾബിനെ കുറിച്ചിട്ടാണ്, സെൻസർ ബൾബിനെ കുറിച്ചിട്ട്. സെൻസർ ബൾബുകൾ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അത്തരം സെൻസർ ബൾബുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുക, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ഇത് എവിടെയാണ് ഇതിൻ്റെ പാർട്സ് ലഭിക്കുക, ഏകദേശം എത്ര രൂപയോളം വില വരുന്നുണ്ട് ഒരു ബൾബിൻ്റെ കിറ്റിനും, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സെൻസർ ബൾബാണ്. അതായത് ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. സാധാരണ നമുക്കറിയാം LED ബൾബിൻ്റെ DOB, അതായത് ഡ്രൈവർ ഓൺ ബോഡി, LED പാനലും ഡ്രൈവറും ഒരുമിച്ചുള്ള DOB തന്നെയാണ്. അതിൻ്റെ കൂടെ ചെറിയൊരു സർക്യൂട്ട് ബോർഡ് കൂടി അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ മോഷൻ സെൻസർ ബൾബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പകൽ സമയങ്ങളിൽ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ബൾബ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. നമ്മൾ ഇരുട്ടുള്ള ഒരു മുറിയിൽ ഇത്തരം സെൻസർ ബൾബുകൾ വെച്ച് കഴിഞ്ഞാലും നമ്മൾ ആ റൂമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ബൾബ് കത്തും. അതേസമയം നമ്മൾ എന്ത് ചെയ്യാണ്, അവിടുന്ന് ഒന്നാണ് മൂവ് ചെയ്തിട്ട് അപ്പം തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ 1 മിനിറ്റോ ഒരു 30 സെക്കൻഡോ കഴിഞ്ഞ് എന്ത് ചെയ്യും, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ബൾബുകളുടെ പാർട്സ് ഇപ്പോൾ അധികമൊന്നും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മോഷൻ സെൻസറിൻ്റെ ബോർഡാണിത്. അപ്പോൾ അതിൽ ബാക്കിയുള്ള ഭാഗം സാധാരണ ബൾബിൻ്റെ അതേപോലെ തന്നെ ഭാഗങ്ങളാണ്. ഇത് അതിൻ്റെ ഹൗസിംഗ് ആണ്. സാധാരണ 9 വാട്ട് ബൾബിൻ്റെ അതേ ഹൗസിംഗ് ആണ്. ഇത് അതിൻ്റെ ക്യാപ്പ്, B22 ക്യാപ്പ്. ഇത് അതിൻ്റെ ഡിഫ്യൂസറാണ്. അപ്പോൾ ഇതൊക്കെ നോർമൽ 9 വാട്ട്സ് ബൾബിൻ്റെ ഉള്ള അതേ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇതാണ് സാധാരണ ബൾബിനേക്കാളും ഇതിനുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാലും ഇത് നമ്മളൊരു സെൻസർ ബോർഡ് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സെൻസർ ടൈപ്പ് ബൾബുകളിൽ സാധാരണ കണ്ടുവരുന്നത് ഈ സെൻസർ ബോർഡ് ചിലപ്പോൾ നമ്മൾ വേറൊരു ഭാഗത്ത് അഡീഷണൽ ആയിട്ട് വെക്കേണ്ടി വരും. ഇതിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഒറ്റ ബോർഡ് തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ DOBയുടെ കൂടെ തന്നെ എന്ത് ചെയ്യാണ്, സെൻസർ ബോർഡ് ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബോർഡ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ ഇത് ആർക്കും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇലക്ട്രോണിക്സ് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇത് ഉണ്ടാക്കണമെങ്കിലും. കാരണം ഈ ബൾബ് നമുക്ക് സോൾഡർ ഒന്നും ചെയ്യാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതായത് സോൾഡർ ചെയ്യാൻ അറിയാത്തവർക്കും ഇലക്ട്രോണിക്സിനെ കുറിച്ചിട്ട് അടിസ്ഥാനപരമായിട്ട് ഒന്നും അറിയാത്തവർക്ക് പോലും ഈ ഒരു ബൾബ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് നോക്കും, ഈ DOBയുടെ ബാക്കിൽ ചെറിയൊരു കണക്ടർ കാണാം. അവിടേക്ക് നമ്മൾ ഈ 2 വയറാണ് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് ഈ 2 വയറ് അതിൻ്റെ ക്യാപ്പിലേക്ക് നമ്മൾ സോൾഡർ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, സോൾഡറിങ് ആയണോ അല്ലെങ്കിൽ സോൾഡർ ചെയ്യാൻ അറിയാത്തവരോ ആണെങ്കിലും ഇത്തരം ക്യാപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് പകരം ഇവിടെ സോൾഡർ ചെയ്യാത്ത സ്ക്രൂ ടൈപ്പ് ക്യാപ്പ് കിട്ടും. അപ്പോൾ ആ സ്ക്രൂ ടൈപ്പ് ക്യാപ്പ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ വയർ ജസ്റ്റിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാലും ബൾബ് റെഡിയായി. പിന്നെ നമുക്കിതിൽ വേണ്ട 2 ഉപകരണങ്ങൾ, അതായത് സാധാരണ ബൾബ് ഉണ്ടാക്കാൻ വേണ്ട മറ്റ് 2 ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പഞ്ചിങ് മെഷീനും അതേമാതിരി പ്രസ്സിങ് മെഷീനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രസ്സിങ് മെഷീൻ്റെ ആവശ്യമേ വരുന്നില്ല. കാരണം ഈ ഹൗസിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ജസ്റ്റ് ഈ ബോർഡൊന്ന് വെച്ചിട്ട് ഒന്നങ്ങോട്ട് പ്രസ്സാക്കിയാൽ മതി. ഇവിടെ ചെറിയൊരു ലോക്ക് ഉണ്ട്, ആ ലോക്കിൽ ഈ ബോർഡ് കറക്റ്റായിട്ട് നിന്നോളും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ക്യാപ്പ് ഇങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ചെറുതായിട്ടൊരു ഗമ്മിട്ട് കൊടുത്താലും മതി, പഞ്ച് മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രത്യേക ടൂൾസ് ഒന്നും ഇല്ലാതെ തന്നെ ഇത്തരം ബൾബുകൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരു ടൂളിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് സോൾഡറിങ് അയൺ വേണ്ട, പഞ്ച് മെഷീൻ വേണ്ട, പ്രസ്സിങ് മെഷീൻ വേണ്ട, ഇതൊന്നുമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന വളരെ മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ബൾബാണ് ഈ മോഷൻ സെൻസർ ബൾബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പാർട്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഏകദേശം 200 രൂപയുടെ താഴെയാണ് ഇതിന് വരുള്ളൂ. അതായത് 100 രൂപയ്ക്കും 200 രൂപയ്ക്കും ഇടയ്ക്കാണ് ഇതിൻ്റെ വില വരുന്നത്, ഒരു ബൾബിൻ്റെ കിറ്റിന് വില വരുന്നത്. ഈ കിറ്റിലുണ്ടാവുക ഇതേമാതിരി ഒരു DOB ഉണ്ടാവും, അതിൻ്റെ കൂടെ സെൻസറും കൂടിയുള്ള ഒരു DOB ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഹൗസിങ്, പിന്നെ ക്യാപ്പ്, ഈ ഒരു ഡിഫ്യൂസർ, പാക്കിംഗ് ബോക്സ്, പിന്നെ 2 ചെറിയ വയറുകൾ, ഇത്രയും ഘടകങ്ങൾ ഈ പാക്കിംഗ് ബോക്സിനകത്തുണ്ടായിരിക്കും.
ഓക്കെ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതേസമയം നമുക്ക് ഇത്തരം ബൾബുകൾ നമുക്ക് നമ്മുടെ ബാത്റൂമിലൊക്കെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കാരണം നമ്മൾ ആൾ ചെല്ലുമ്പോൾ മാത്രം ആ ബൾബ് കത്തുകയും നമ്മളിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ആ ബൾബ് ഓഫ് ആവുകയും ചെയ്യും. അതായത് ഇരുട്ടുള്ള സമയത്താണ് ഈ ബൾബ് എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. പകൽ സമയത്ത് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബൾബ് ഓഫ് ആവും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു എനർജി സേവിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മികച്ച രീതിയിലുള്ള ഒരു LED ബൾബാണിത്. ഇനി നമുക്ക് ഈ ബൾബ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതാണ് നമ്മുടെ ഈ ബൾബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഇത് നോക്കൂ, ഇതൊരു DOB ടൈപ്പാണ്. അതായത് നമുക്കറിയാം ഡ്രൈവറും LED പാനലൊക്കെ ഒരുമിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ വേറെ ഡ്രൈവറൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഈ DOBയുടെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ചെറിയൊരു ബോർഡ് കൂടി ഉപയോഗിച്ചിട്ടുണ്ട്, സെൻസർ ബോർഡ്. അപ്പോൾ അതാണ് ഈ ഒരു ബൾബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് 10 വാട്ട്സിൻ്റെ ബൾബാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇതിന് ഇലക്ട്രോണിക്സ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 വയർ മാത്രം നമുക്ക് സോൾഡർ ചെയ്യേണ്ടതുള്ളൂ. അതിലെ 2 വയറിൻ്റെ ഓരോ അറ്റം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കണക്ട് ചെയ്താൽ മതി. മറ്റ് 2 അറ്റങ്ങളാണ് നമ്മൾ സോൾഡർ ചെയ്യേണ്ടി വരിക. കണ്ടോ? അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ 2 എൻഡും ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇവിടെ കണക്ഷനായി. ഇത് ഇവിടെ സോൾഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 വയറും നമ്മൾ ഈ ഇതിൻ്റെ ഹൗസിങ്ങിൽ കൂടെ നമ്മൾ പുറമേക്ക് എടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ വയർ കറക്റ്റായിട്ട് മുറിച്ചിട്ട് ഈ ക്യാപ്പിലേക്ക് കൊടുക്കുക. ഇനി മുറിക്കണമെന്നില്ല, അതിനുള്ളിൽ മടക്കി വെച്ചാലും മതി. നമ്മൾ കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, 2 അറ്റങ്ങൾ നമ്മൾ ഈ B22 ക്യാപ്പിലേക്ക് കൊടുക്കുകയാണ് വേണ്ടത്. കണ്ടോ? ജസ്റ്റ് ഒന്ന് മടക്കി വയ്ക്കുക. ഇതിലേക്ക് കണക്ട് ചെയ്ത് ഇവിടെ ഒന്ന് പഞ്ച് ചെയ്താൽ മതി. ഇനി പഞ്ച് മെഷീൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഗമ്മിട്ട് കൊടുത്താലും മതി. ഓക്കെ. ഇനി നമുക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഈ ബോർഡ് ഇതിലേക്ക് ജസ്റ്റ് ഒന്നാണ്ട് പ്രസ് ചെയ്താൽ മാത്രം മതി. അതിന് പ്രസ് മെഷീൻ്റെ ആവശ്യമില്ല. നമ്മൾ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാവുന്നേ ഉള്ളൂ. പ്രസ് ഇവിടെ ചെറിയൊരു ലോക്ക് ഉണ്ട്. ഇവിടെ ഈ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു ലോക്ക് കാണാം. ആ ലോക്കിൽ കറക്റ്റായിട്ട് അതിരിക്കും. ഇത്രയാണ് നമ്മുടെ ബൾബിൻ്റെ അസംബ്ലിംഗ് ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ ഡിഫ്യൂസർ കൂടി വെച്ച് കഴിഞ്ഞാൽ ബൾബായി. ഓക്കെ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബൾബാണ് ഈ സെൻസർ ബൾബ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മൾ ഈ ക്യാപ്പിൽ സോൾഡർ ചെയ്യാത്ത രീതിയിലുള്ള ക്യാപ്പ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് സ്ക്രൂ ടൈപ്പ് വരുന്നുണ്ട്. അങ്ങനെ സ്ക്രൂ ടൈപ്പ് ക്യാപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളിതിൽ സോൾഡർ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. അതായത് സോൾഡറിങ് ആൻഡ് ഉപയോഗിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ബൾബുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് സോൾഡറിങ് അറിയാത്തവർക്കും വളരെ ഈസി ആയിട്ട് ഇത്തരം ബൾബുകൾ ഉണ്ടാക്കാൻ കഴിയും. അത് ഈ ക്യാപ്പിൽ നമ്മൾ സ്ക്രൂ ടൈപ്പ് ക്യാപ്പ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അങ്ങനത്തെ ക്യാപ്പും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബൾബിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഞാനിവിടെ ഈ ക്യാപ്പിൽ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ജസ്റ്റ് ഒരു ഗമ്മാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പ്രസ് മെഷീന് പകരം ഒരു ഗമ്മാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ഞാൻ ചെറുതായിട്ട് ഗമ്മിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഈ സൈഡിൽ കൂടെ നമുക്ക് കുറച്ച് ഹീറ്റ്സിങ് കോമ്പൗണ്ടോ അല്ലെങ്കിൽ സിലിക്കൺ പേസ്റ്റോ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് നിന്നോളൂ അവിടെ. ഓക്കെ. അപ്പോൾ ഇതിൽ വേറെ സ്ക്രൂ ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് 743 എന്ന് പറയുന്ന ഒരു ഗമ്മാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഗമ്മ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ക്യാപ്പ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ബോട്ടിലിന് 40 രൂപയാണ് വിലയുള്ളൂ. ഇതന്നെ വേണമെന്നില്ല, സൂപ്പർ ഗ്ലൂ പോലെയുള്ള ഏതെങ്കിലും ഗം ഉപയോഗിച്ചാലും മതി. ഇതാകുമ്പോൾ എന്താ ഗുണിച്ച് നമുക്ക് 2-3 മാസമൊക്കെ അത് കട്ടയാവാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. അതേപോലെ തന്നെ LED ബൾബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെയൊക്കെ റോ മെറ്റീരിയൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിലൂടെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസിൻ്റെ ലഭ്യതയും അതിൻ്റെ റേറ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ കൊറിയറായിട്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കൊറിയറായിട്ട് നമുക്ക് അയച്ചു തരാം, അത് കുഴപ്പമൊന്നുമില്ല. ഡയറക്റ്റ് വരുന്നവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് തരാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.